മദർ തെരേസയോടൊപ്പം താമസിച്ച ഒരു മുസ്ലിം വനിത അമ്മയുടെ മാന്ത്രിക സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. അവർ മദർ തെരേസയ്ക്ക് ഇങ്ങനെ എഴുതി: അമ്മേ, ഞാൻ താമസിയാതെ മരിക്കുമെന്ന് എനിക്കറിയാം. എന്നെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അമ്മയുടെ അരികിൽ കിടന്ന് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ദൈവത്തിൻ്റെ അരികിലിരുന്ന് മരിക്കാനാണ് എനിക്ക് കൊതി. ഇതുപോലെ പല സന്യാസമഠങ്ങളും ദൈവത്തിൻ്റെ മാന്ത്രിക സ്പർശം അവിടെ വരുന്നവർക്കൊക്കെ നൽകുന്നുണ്ട്. 100-ലേറെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള ചോലമരങ്ങൾ എന്നൊരു ചെറുകഥയുണ്ട്. സരസ്വതിയമ്മ എഴുതിയ ആ കഥയിൽ സന്യാസിനികളെ അതീവ അഴകോടെ ചിത്രീകരിക്കുന്നുണ്ട്. മഠത്തിലേക്ക് നീളുന്ന വഴിയുടെ ഇരു ഓരങ്ങളിലും സമൃദ്ധമായ ഇലകളുള്ള ചോലമരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വഴിപോക്കർക്ക് ചോലമരങ്ങളുടെ ശീതളഛായയിലിരുന്ന് ഇളവേറ്റ് മടങ്ങാം. ചോലമരങ്ങൾ തളർന്ന അവശരായി വരുന്നവരോട് പറയും: നിങ്ങളുടെ കണ്ണീരും വിയർപ്പും ഞങ്ങൾക്ക് തരിക, പകരം ഞങ്ങൾ പുഞ്ചിരിപ്പൂക്കൾ സമ്മാനിക്കാം. മഠത്തിലെ മാന്ത്രികത ഇതാണ്: കണ്ണീരിനെ പുഞ്ചിരിയാക്കി മാറ്റുന്ന കാരുണ്യത്തിൻ്റെ മാന്ത്രികത. വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ മഠത്തിലെ തൻ്റെ സന്തത സഹചാരികളോട് ഇങ്ങനെ പറയുമായിരുന്നു: മഠത്തിൽ വന്നു പോകുന്ന ആരും കുറച്ചുകൂടി സന്തുഷ്ടരും കുറച്ചുകൂടി ശാന്തരും കുറച്ചുകൂടി വിശ്വാസമുള്ളവരുമാകാതെ മടങ്ങിപ്പോകാൻ നമ്മൾ ഇടവരുത്തരുത്.